സഭയുടെ പ്രസിഡന്റായിരിക്കുന്ന ദാസൻ പാസ്റ്റർ ജി അലക്സാണ്ടർ സഭാപരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കി തുടർന്ന് നമ്മുടെ ക്ലാസ്സുകളെടുക്കും. വളരെ ആദരപൂർവ്വം കർത്താവിദാസനെ അതിനായി ക്ഷണിച്ചു. ദൈവത്തിന്റെ നാമത്തിൽ മഹത്വമുണ്ടാകട്ടെ. ഈ മീറ്റിംഗിന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന സഭയുടെ സെക്രട്ടറി പാസ്റ്റർ ടി എം കോശി, ഈ മീറ്റിംഗിന്റെ ആദ്യത്തെ സെഷനിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ ഒരു ക്ലാസ് സഭ വളർച്ചയെക്കുറിച്ച് വളരെ ശക്തമായി നമ്മുടെ മധ്യത്തിൽ അവതരിപ്പിച്ച കർത്താവിന്റെ ഒരു ദാസൻ പാസ്റ്റർ ആർ.സി. കുഞ്ഞുമോൻ, എല്ലാ കൗൺസിൽ അംഗങ്ങൾ, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സ്, അതിലുപരി PNG സഭയുടെ വടക്കരയിലുള്ള സഭകളിൽ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ നടത്തുന്ന എല്ലാ കർത്തൃദാസന്മാർ, അവരുടെ സഹധർമ്മിണികൾ, അടൂർ സഭ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് നാം എല്ലാവരുമായിരിക്കുന്നത്. സന്തോഷമുള്ളവർക്ക് എല്ലാം ഒന്ന് കരമുയർത്തി ദൈവസഭ കർത്താവിന്റെ ദാസനിലൂടെ കേട്ടത് ഒരു വളർച്ചയ്ക്ക് വേണ്ടി നാം ഒരുങ്ങണം. അതിൽ അദ്ദേഹം ഊന്നൽ നൽകിയത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടല്ലോ. നമ്മുടെ തലമുറകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ, ദൈവസഭയുടെ അംഗങ്ങൾ കർത്താവിൽ തന്നെ നിലനിൽക്കുന്നവരായി ദൈവസഭയുടെ അംഗങ്ങളായി അവർ കർത്താവിൽ വളരുവാൻ ഇടയാകണം. അത് ഏറ്റവും പ്രധാനമാണ്. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നോഹ 120 വർഷം പ്രസംഗിച്ചു. പക്ഷേ അവസാനം പെട്ടകത്തിൽ കയറിയത് നോഹയും ഭാര്യയും 3 മക്കളും അവരുടെ ഭാര്യമാരുമാണ്. നമ്മൾ ചിന്തിക്കും, 120 വർഷം പ്രസംഗിച്ച നോഹ എത്ര പേരെ നേടി? നേടണ്ടെന്നല്ല കർത്താവിന്റെ ദാസൻ പറഞ്ഞതിന് വിരുദ്ധമല്ല ഞാൻ പറയുന്നത്. അത് അത്യാവശ്യമാണ്, നമ്മൾ ആത്മാക്കളെ നേടണം. പക്ഷെ അദ്ദേഹം പറഞ്ഞ ആദ്യത്തെ പോയിന്റ് മറന്നു പോകരുത്. പുസ്തകത്തിനകത്ത് നമ്മുടെ തലമുറകൾ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം ആണ് കൺവേർഷൻ ഗ്രോത്ത് എന്ന് അദ്ദേഹം. അപ്പോ അത് പുറത്തുനിന്നുള്ളവർ ദൈവസഭയ്ക്കകത്ത് വരണം, ആത്മാക്കളെ കൊണ്ട് നിറയണം. ആ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ തന്നെ എനിക്ക് നിർദ്ദേശിക്കുന്ന ദൈവദാസന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന സഭയിലുള്ള ദൈവജനങ്ങളെ പരിപോഷിപ്പിക്കുവാനുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടെ ദൈവം തന്നിട്ടുണ്ട്. സഭ വളരണം, ആത്മാക്കളെ നേടണം. അപ്പോൾ തന്നെ സഭയ്ക്ക് അകത്തുള്ളവരെ, അല്ലെങ്കിൽ ഇനിയും വരാൻ സാധ്യതയുള്ളവരെ നാം കരുതലിലൂടെ അവർക്ക് വേണ്ടി ശുശ്രൂഷകൾ ചെയ്തുകൊണ്ട് അവരെ ക്രിസ്തുവിൽ വളർത്തുക എന്നുള്ളത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. 2 വേദഭാഗങ്ങൾ ഇവിടെ ആരെങ്കിലും ഒന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം അതിന്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വളരെ സുപരിചിതമാണ്. അപ്പോസ്തല പ്രവൃത്തി 20-ന്റെ 28 മുതൽ 31 വരെയും പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈ 2 ഭാഗങ്ങളിലായി പൗലോസ്ലീഹയുടെ വാക്കുകളും പത്രോസ്ലീഹയുടെ വാക്കുകളുമാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇവിടെ 2 ഇടത്തും ദൈവദാസന്മാരോട്, ദൈവസഭയോട് പറയുന്ന ഉത്തരവാദിത്വം നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ മേയ്ക്കുന്നവരായിരിക്കണം. അപ്പോൾ പാസ്റ്ററൽ കെയർ, ഒരു പാസ്റ്റർ, ഒരു ഇടയൻ ദൈവസഭയ്ക്ക് നൽകേണ്ട കരുതലാണ് അവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. എന്താണ് പാസ്റ്ററൽ കെയർ? ഒരു ചിന്തകൻ പറഞ്ഞിരിക്കുന്നത് പൂർണ്ണതയുള്ള, ഹോളിസ്റ്റിക് എന്ന ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പൂർണ്ണതയുള്ള കരുതലിന്റെ ഒരു ശുശ്രൂഷയാണ്. അതെന്തിനാണ്? ദൈവസഭയെ പരിപോഷിപ്പിച്ച് ആത്മീക, വൈകാരിക,
മനഃശാസ്ത്രപരമായ സാമൂഹ്യമായ അനുഭവങ്ങളിലൂടെ അവർ വർദ്ധിച്ചു വരണം. ഞാൻ ഒന്നുകൂടെ പറയുന്നു, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സഭയിലുള്ള വിശ്വാസികളെ, വ്യക്തികളെ ആത്മീകമായി, വൈകാരികമായി, മനഃശാസ്ത്രപരമായി, സാമൂഹ്യമായി, ചില സമയങ്ങളിൽ ശാരീരികമായും അവർ ഉന്നമനത്തിലേക്ക് വരണം. അതിനുള്ള കരുതലാണ് പാസ്റ്ററൽ കെയർ. ആ പദത്തിനൊരു നിർവചനം കൊടുക്കുകയാണെങ്കിൽ, പാസ്റ്ററൽ കെയർ എന്നുള്ള വാക്കിനൊരു ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ, നിർവചനം കൊടുക്കുകയാണെങ്കിൽ, മിനിസ്ട്രി ഓഫ് ഓഫറിംഗ് സ്പിരിച്വൽ ഗൈഡൻസ്, ആത്മീകമായ ലക്ഷ്യത്തിലേക്ക്, ആത്മീകമായ അനുഭവത്തിലേക്ക് ജനത്തെ ഉയർത്തിയെടുക്കുക. രണ്ട്, അവർക്ക് വൈകാരികമായ സപ്പോർട്ട് കൊടുക്കേണ്ടതുണ്ട്. ചിലര് മാനസികമായി ചില സമയങ്ങളിൽ തളർന്നു പോകും. ചില വിശ്വാസികൾ, ചില കുടുംബങ്ങൾ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മാനസികമായി അവർ തളർന്നു പോകും. ആ സമയങ്ങളിൽ അവർക്കൊരു കൈത്താങ്ങായി തീരും. മൂന്നാമത്തെ കാര്യം, പ്രായോഗികമായ സഹായം അവർക്ക് എത്തിക്കണം. നാലാമതായി, മനസ്സലിവോടുകൂടെ അവരുടെ അടുക്കലേക്ക് ചെന്ന് അവർക്ക് ആശ്വാസം പകരണം. ഞാൻ ഇന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ആത്മീക ഗൈഡൻസ്, ആത്മീക നിയോഗം കൊടുക്കണം. അത് നമ്മൾ കൊടുക്കാറുണ്ട്. എന്നാൽ അതിനോടൊപ്പം തന്നെ പാസ്റ്റർമാരായ നമ്മൾ, പാസ്റ്റർ കുടുംബങ്ങളും ഓർക്കേണ്ട ഒരു കാര്യം, ഇമോഷണൽ സപ്പോർട്ട്, വൈകാരികമായ ഒരു കൈത്താങ്ങ് നാം കൊടുക്കണം. തളർന്നിരിക്കുന്നവരെ, ക്ഷീണിച്ചിരിക്കുന്നവരെ. അതുപോലെ തന്നെ പ്രായോഗികമായ ചില കാര്യങ്ങളിൽ അവർക്കൊരു സഹായം കൊടുക്കേണ്ടതുണ്ട്. അതിന് ഉത്തരവാദിത്തപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടുത്തുക. നമുക്ക് അത് ചെയ്യാൻ ഒക്കത്തില്ലെങ്കിൽ അതിന് കഴിവുള്ളവർ നമ്മുടെ സഭയിൽ ഉണ്ടായിരിക്കാം, നമ്മുടെ അറിവിലുണ്ടായിരിക്കാം. അവരുമായി ബന്ധപ്പെടുത്തി ഒരു പ്രാക്ടിക്കൽ അസിസ്റ്റൻസ്. തീർന്നില്ല, കമ്പാഷനേറ്റ് പ്രസൻസ്, മനസ്സലിവോടുകൂടെ നമ്മുടെ സാന്നിധ്യം അവരുടെ അടുക്കലേക്ക്, ആ കുടുംബങ്ങളിലേക്ക്, അവരുടെ വെല്ലുവിളികളുടെ നടുവിൽ, അവരുടെ പ്രശ്നങ്ങളുടെ നടുവിൽ, അവരുടെ ഭാരങ്ങളുടെ നടുവിൽ നാം അടുത്ത് എന്ന് ചേർന്നിരിക്കുന്നതാണ് പാസ്റ്ററൽ കെയർ. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അത് ദൈവസഭയുടെ ഉത്തരവാദിത്വമാണ്. സ്തോത്രം. നമ്മൾ വായിച്ച 2 വാക്യങ്ങൾ, വേറെ ഒത്തിരി വാക്യങ്ങളുണ്ടെങ്കിലും ഇതെന്തിനാ കൊടുക്കുന്നത്? ഇതുമൂലം അവർ വിശ്വാസത്തിൽ വളരും, അവർ ദൈവകൃപയിൽ വളരും. കൈത്താങ്ങ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ക്ഷീണിച്ചു പോകും. കുറച്ച് കഴിയുമ്പോൾ അവര് സഭയിൽ വരാതാവും, കർത്താവിൽ നിന്ന് പോലും അന്യപ്പെട്ടു പോകുവാൻ ഇടയില്ല. അപ്പൊ ഇത് സംഭവിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ കണക്ക് നാം ദൈവസന്നിധിയിൽ കൊടുക്കാം. അവര് നഷ്ടപ്പെട്ടു പോകരുത്. തക്ക സമയത്ത് പാസ്റ്റർ അടുത്ത് ചെല്ലാത്തത് കൊണ്ട്, പാസ്റ്ററിന് കൈത്താങ്ങ് കൊടുക്കാത്തത് കൊണ്ട് വഴിയാധാരമായി പോകുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന കുടുംബങ്ങൾ ഉണ്ടാകരുത്. ആ ഉത്തരവാദിത്വം നമ്മുടെ മേൽ, ദൈവദാസന്മാരായ നമ്മുടെ മേൽ, ദൈവത്തിന്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ നിയോഗിച്ചിരിക്കുകയാണ്. എന്താണ് പാസ്റ്ററൽ കെയറിന്റെ ബിബ്ലിക്കൽ ഫൗണ്ടേഷൻ? ബൈബിളിലെ അടിസ്ഥാനം എന്താണ്? അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണം 23-ാം സങ്കീർത്തനം നമുക്കൊക്കെ മനഃപാഠമായിട്ട് അറിയാം. അവിടെ നല്ല ഇടയനായ കർത്താവിനെയാണ് ദാവീദ് അവിടെ വെളിപ്പെടുത്തുന്നത്. ഞാൻ ചിലപ്പോഴൊക്കെ ആ സങ്കീർത്തനം ഓർപ്പിക്കുമ്പോൾ ചിലരോടൊക്കെ ഉള്ള മീറ്റിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ്, ഏതാണ്ട് 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് ആ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ വന്ന വിസിറ്റിംഗ് അധ്യാപകൻ ചോദിച്ചു, 23-ാം സങ്കീർത്തനം മനഃപാഠമായി പറയാമോ? ഈ 3 വയസ്സുകാരി കൈ പൊക്കിച്ചു പറഞ്ഞു, ഞാൻ പറയാം. എല്ലാവർക്കും വലിയ അത്ഭുതമായി. 3 വയസ്സുള്ള കുഞ്ഞ് മുമ്പിൽ വന്ന് അവൾ വന്ന് ഒരു കൂപ്പുകൈയൊക്കെ കൊടുത്ത്
എല്ലാരെയും നോക്കി ചിരിച്ചു. എന്നിട്ട് അവള് പറഞ്ഞു, "The Lord is my shepherd and that's all I want." യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കത് മാത്രം മതി. വീണ്ടും കൂപ്പുകൈ കൊടുത്തു. അവള് തിരിച്ചു പോയിരുന്നു. എല്ലാവരും ചിരിക്കാൻ തുടങ്ങി. എടാ, സങ്കീർത്തനം മുഴുവൻ പറയുമെന്ന് പറഞ്ഞു വന്ന കുഞ്ഞ് ആകപ്പാട് ഇത്രേ പറഞ്ഞല്ലോ. അപ്പൊ എല്ലാവരും കളിയാക്കി ചിരിക്കുമ്പോൾ ഈ മനുഷ്യൻ എഴുന്നേറ്റിട്ട് പറഞ്ഞു, "നിങ്ങൾ ആരും ചിരിക്കണ്ട." അവിടെ മുഴുവൻ പറഞ്ഞില്ലെങ്കിലും 3 വയസ്സുകാരിയല്ലേ. ആ സങ്കീർത്തനത്തിന്റെ രത്ന ചുരുക്കമാണ് അവള് പറഞ്ഞത്. പറഞ്ഞു മനസ്സിലായോ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കത് മാത്രം മതി. ആ സങ്കീർത്തനം താഴോട്ട് പറയുന്നത് എന്തിനൊക്കെ മതിയായവനാണ്. അവൻ ഇടയനായതുകൊണ്ട് എന്തൊക്കെ ലഭിക്കുന്നു. ആ ഇടയന്റെ മാതൃകയാണ് നമ്മെ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ആടുകൾക്ക് വേണ്ടി ഇടയനായിത്തീരുന്നത് പോലെ ഞാനും നിങ്ങളും ആയാലും നമ്മുടെ സഭ അനുഗ്രഹിക്കപ്പെടും. മറ്റൊരു കാര്യം കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 10:11 പറയുന്നു, "I am the good shepherd." ഞാൻ നല്ല ഇടയനാകുന്നു. എന്താണ് നല്ല ഇടയന്റെ ഗുണം? നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. അപ്പൊ ജീവൻ നൽകേണ്ടി വരുന്ന അനുഭവം വരെയും ആടുകൾക്ക് വേണ്ടി ത്യാഗം സഹിക്കുവാൻ, ആടുകൾക്ക് വേണ്ടി കഷ്ടപ്പെടുവാൻ, ആടുകൾക്ക് വേണ്ടി കൈത്താങ്ങായി നിൽക്കുവാൻ കർത്താവ് മതിയായവനാണ്. ആ മാതൃക ഏറ്റെടുത്തിരിക്കുന്ന നമ്മളെ, ആ നല്ല ഇടയന്റെ മാതൃക നമ്മുടെ മുൻപിൽ വെച്ച് നമ്മോട് പറയുന്നു, ആ മാതൃകയാണ് ഞാനും നിങ്ങളും പിൻപറ്റേണ്ടത്. നമ്മൾ നേരത്തെ വായിച്ച പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൽ 2-3 വാക്യങ്ങൾ പറയുന്നു, അവരെ മേയിക്കണം. അല്ലെ? ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? 5-ാം അധ്യായം 2-3 വാക്യങ്ങൾ. മേയിച്ചുകൊള്ളുവീൻ. നിർബന്ധത്താലല്ല. അവിടൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാനുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ദുരാഗ്രഹത്തോടെയല്ല, നിർബന്ധത്താലല്ല. എങ്ങനെ മേയിക്കണം? സന്തോഷത്തോടെ, ഉന്മേഷത്തോടെ മേയിക്കുന്നവരായിരിക്കുവാൻ നമ്മെ കുറിച്ചാണ്. നമ്മളൊക്കെ ചിലപ്പോൾ മുൻകാലങ്ങളിൽ ലോകപ്രകാരമുള്ള ജോലികൾ ചെയ്തവരായിരിക്കും. പഴയ വർക്ക് കൾച്ചർ എന്ന് പറയുന്ന പഴയ ജോലിയുടെ രീതി എങ്ങനെയാന്ന് പറഞ്ഞാൽ, 9 മണിക്കോ 10 മണിക്കോ ഓഫീസിൽ പോയി വൈകിട്ട് 5 മണിക്ക് അവിടുന്ന് ഇറങ്ങി പേന താഴെ വെച്ച് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി തീർന്നു. അതായിരുന്നു പഴയ വർക്ക് കൾച്ചർ. പക്ഷെ ഇപ്പൊ നമ്മുടെ പിള്ളേരെയൊക്കെ നമുക്കറിയാം, 5 മണി കഴിഞ്ഞാലും പിന്നെയും അവർക്ക് മീറ്റിംഗ് ഉണ്ട്. എന്നുവെച്ചാൽ അവര് വർക്ക് ചെയ്യുന്നത് മറ്റൊരു രാജ്യത്തെ ഒരു വർക്ക് കൾച്ചറുമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ സമയവുമായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നത്. 10 മണി, രാത്രി 10 മണി ആയാലും അത് കഴിഞ്ഞാലും നമ്മുടെ ഇന്നത്തെ പിള്ളേരെ പലരും അവരുടെ ജോലിയിൽ വ്യാപൃതരാണ്. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇത്രയേ ഉള്ളൂ. നമ്മള് അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്തു. ഞായറാഴ്ച സമായോഗം നടത്തി, കഷ്ടിച്ച് വെള്ളിയാഴ്ച ഒരു പ്രാർത്ഥന നടത്തി. നമ്മുടെ ജോലി തീർന്നുകൊണ്ട് ചിന്തിക്കരുത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ ദൈവദാസന്മാരോടും കുടുംബങ്ങളോടും ഞാൻ പറയുന്നു, നമ്മുടെ ജോലി 9 to 5 അല്ല, 9 മുതൽ 5 വരെയുള്ളതല്ല ശുശ്രൂഷ, ഇടയ ശുശ്രൂഷ. അതിനകത്തുള്ള പാസ്റ്ററൽ കെയർ, അല്ലെങ്കിൽ ഒരു ദൈവദാസി എന്നുള്ള നിലയിൽ നാം ദൈവസഭയ്ക്ക് കൊടുക്കേണ്ട കരുതൽ ഏത് സമയവും ചെയ്യുവാൻ നാം ഭാഗ്യസ്ഥരാണ്. അതിന് സമയം ബന്ധിതമല്ല കേട്ടോ. അപ്പോൾ അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഉന്മേഷത്തോടെ, നിർബന്ധത്താലല്ല. അയ്യോ എന്നെ ഇവിടോട്ട് പറഞ്ഞു കിട്ടു, എന്തെങ്കിലുമൊക്കെ എന്നെ ചെയ്ത് കൂട്ടണം, ജനറൽ ബോഡി വരുമ്പോഴോ ഓഫീസ് മീറ്റിംഗ് വരുമ്പോഴോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പാസ്റ്റർ വരുമ്പോഴോ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി കൊടുക്കണം, ആ ഒരു കാഴ്ചപ്പാടോടെയല്ല. പിന്നെ ദൈവത്തിന്റെ നിയോഗമായി ഏറ്റെടുത്തുകൊണ്ട് നാം മുന്നോട്ട് പോകണം.
അപ്പോൾ പാസ്റ്ററൽ കെയർ എന്താണ് എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. യേശുവാണ് നമുക്ക് കാണിക്കുന്ന ഏറ്റവും വലിയ മാതൃക. ഇനി അത് അനുഗ്രഹപ്രദമാകണമെങ്കിൽ 3 ബന്ധങ്ങൾ നമുക്കുണ്ടായിരിക്കണം. ഇവിടെ പറയുന്നു, പാസ്റ്ററൽ കെയർ നമ്മിലൂടെ പ്രയോജനകരമായി നടക്കണമെങ്കിൽ നമുക്ക് 3 റിലേഷൻഷിപ്സ്, 3 ബന്ധങ്ങൾ ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ബന്ധം ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്. ഒരു വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് എന്താണത്? ദൈവവുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിരിക്കണം. നമുക്കൊക്കെ ബന്ധമുണ്ട്, നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവര്, അഭിഷേകം പ്രാപിച്ചവര്, കർത്തൃ ശുശ്രൂഷയില്ല. പക്ഷേ കർത്താവുമായിട്ടുള്ള ബന്ധം ഇന്നും പുതുക്കുന്നുണ്ടോ? ആ ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് കർത്താവിനോടുള്ള ബന്ധം, ആ തീവ്രമായ സ്നേഹത്താൽ നിറയപ്പെട്ടുകൊണ്ട് കർത്താവേ, അങ്ങയ്ക്ക് വേണ്ടി ഞാൻ പ്രവർത്തിക്കും, ആമേൻ, അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് ഓരോ നിമിഷവും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ലൈവായിരിക്കണം. ഹല്ലേലൂയ. അത് പ്രയോജനകരമായിരിക്കണം. രണ്ടാമത്തെ ബന്ധം ഒരു ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പാണ്. എന്താണ്? നമ്മുടെ സമസൃഷ്ടങ്ങളുമായി നമുക്കൊരു ബന്ധമുണ്ടായി. കഷ്ടപ്പെടുന്നവര്, വേദനിക്കുന്നവര്, ഭാരം വഹിക്കുന്നവര്, നിരാശയിലൂടെ കടന്നു പോകുന്നവർ, രോഗികളായവർ, ക്ഷീണിതരായവർ, അവരുമായി നമുക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ നമ്മുടെ വിശ്വാസികളാണ്, ദൈവജനമാണ്. അവർക്ക് വേണ്ടി കരുതുവാനാണ് ദൈവം നമ്മെ ഏൽപ്പിച്ച് ദൈവസഭയുടെ അധ്യക്ഷന്മാരാക്കി വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ പറ്റത്തില്ല. പേരിന്റെ ഒരാളെ സന്ദർശിക്കുക, അവിടെ പോകുമ്പോൾ സ്വതന്ത്ര കാഴ്ച കിട്ടും, അത് മാത്രമായിരിക്കരുത് നമ്മുടെ ലക്ഷ്യം. പണം ആവശ്യമാണ്, അതെ. എന്നാൽ അതിനേക്കാൾ ഉപരി അവരുടെ വേദന അറിഞ്ഞ്, അവരുടെ അവസ്ഥയറിഞ്ഞ്, അവരുടെ ഭാരം അറിഞ്ഞ് അവരുടെ അടുക്കൽ ചെന്ന് ഒരാശ്വാസം പകരുന്ന ഒരു ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ ബന്ധം ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. നമുക്ക് നമ്മോട് തന്നെ ഒരനുഭവം ഉണ്ടായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പോകാതെ വരുമ്പോൾ നമ്മളൊക്കെ നിരാശപ്പെടാറുണ്ട്. ആ നിരാശപ്പെടുന്ന സമയം ചിലര് പറയാറുണ്ട്, ഇപ്പൊ എന്നോടൊന്നും പറയരുത്, എനിക്ക് എന്നെ തന്നെ പിടിക്കുന്നില്ല, എനിക്ക് എന്നെ തന്നെ പിടിക്കുന്നില്ല. ആ ഒരു അനുഭവം ഉണ്ടാകരുത്. ഏത് സാഹചര്യത്തിലും നമുക്ക് നമ്മോട് തന്നെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. ആ ഉത്തരവാദിത്തം മറന്നു പോകരുത്. നിരാശയെ അതിജീവിച്ചുകൊണ്ട്, കയ്പിനെ അതിജീവിച്ചുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ, എന്നെ ഏൽപ്പിച്ചതായ നിയോഗങ്ങൾ ഞാൻ വിശ്വസ്തയോടെ ചെയ്യുമെന്ന് പറഞ്ഞ് കർത്താവിന്റെ നാമത്തിൽ നാം പ്രവർത്തിക്കണം, നൽകണം. അപ്പൊ ഈ 3 കാര്യം മറക്കരുത്. ഒന്ന്, വെർട്ടിക്കൽ റിലേഷൻഷിപ്പ്, ദൈവവുമായിട്ടുള്ള നമ്മുടെ ബന്ധം. 2, ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ്, നാമും നമ്മുടെ കൂട്ടുവിശ്വാസികളും നമ്മുടെ ഉത്തരവാദിത്വത്തിന് ദൈവം നൽകിയിരിക്കുന്ന ദൈവജനത്വമായിട്ടുള്ള ഒരു ബന്ധം. 3, നമുക്ക് നമ്മോട് തന്നെ ഒരു അടുപ്പുണ്ടായിരിക്കണം, ഒരു മതിപ്പുണ്ടായിരിക്കണം. അതിനെന്താവശ്യമാണ്? നിരാശയെ നാം കീഴടക്കി, നിരാശയെ അതിജീവിച്ച് നാം മുന്നോട്ട് പോകുന്നവരായിരിക്കണം. അപ്പൊ അങ്ങനെ നാം ചെയ്യുമെങ്കിൽ പാസ്റ്ററൽ കെയർ കൊണ്ട് ഒരു ദൈവദാസൻ എന്ന നിലയിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കരുതൽ കൊണ്ട് എന്തൊക്കെയാണ് അതിന്റെ പ്രയോജനങ്ങൾ? ഒന്ന്, നമ്മുടെ വിശ്വാസികൾ ആത്മീകമായി വളരുകയും ദൈവവുമായിട്ടുള്ളവരുടെ ബന്ധം കൂടും. സ്തോത്രം. പറഞ്ഞു മനസ്സിലാവും? സ്തോത്രം. നമ്മൾ പറയുന്ന ബൈബിളിലെ വാക്യങ്ങൾ മാത്രമല്ല, യാക്കോബിന്റെ ലേഖനം നമ്മളൊക്കെ വായിച്ചിട്ടുണ്ട്.
ഞാൻ എപ്പോഴും പറയും വളരെ പ്രാക്ടിക്കൽ തിയോളജിയാണ് യാക്കോബിന്റെ. അതിനകത്ത് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു ചിന്തയുണ്ട്. വിശന്നിരിക്കുന്ന, തണുത്ത് വിറച്ചിരിക്കുന്നവന് ആദ്യം ആവശ്യം സുവിശേഷമല്ല, അവന്റെ വയറ് നിറയണം. രണ്ടാമതാണ് അവന് ദൈവവചനം കൊടുക്കേണ്ടത്. എന്നതുപോലെ വിശ്വാസികൾ ചിലപ്പോൾ വിശ്വാസത്തിൽ വന്നിട്ട് ഒത്തിരി വർഷങ്ങളായിരിക്കാം, അവര് പഴയ വിശ്വാസികളായിരിക്കാം, പക്ഷെ നിരാശപ്പെടുന്ന അനുഭവങ്ങൾ ആർക്കും ഏത് സമയവും വരാം. നമ്മൾ തന്നെ ജനത്തെ നയിക്കുന്ന ദൈവദാസന്മാരും കുടുംബങ്ങളുമാണ്. പക്ഷെ ചില സമയങ്ങളിൽ നമ്മൾ നിരാശപ്പെടാറില്ലേ? നമ്മൾ തളർന്നു പോകാറില്ലേ? അന്നേരം ഒരു ആശ്വാസമാക്കോ, ഒരു കൈത്താങ്ങോ ആരെങ്കിലും ഒന്ന് നമുക്ക് തന്നാൽ എന്നും ആശ്വാസം. അപ്പൊ അതുപോലെ നമ്മെ വരവേൽപ്പിച്ചിരിക്കുന്ന സഭയിലുള്ള അംഗങ്ങൾ, വിശ്വാസികൾ, അവരാത്മീയമായി വളർന്ന് ദൈവമായിട്ടുള്ള ബന്ധം പുതുക്കി മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവദാസൻ അവരുടെ ഇടയിൽ പ്രവർത്തിക്കണം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, അവർക്ക് ഒരു ആശ്വാസം പകർന്നു കൊടുക്കണം. ഞാൻ പറഞ്ഞ കാര്യം തന്നെ ഒന്നുകൂടെ എടുത്തു പറയാം. മൂന്നാമത്തെ കാര്യം, അവരെ ധൈര്യപ്പെടുത്തി പ്രത്യാശയും ഉൾക്കാമ്പും നൽകി അവർ സൗഖ്യമുള്ളവരായി നിലകൊള്ളണമെങ്കിൽ നമുക്കൊരു പങ്കുണ്ട്. മറ്റൊരു കാര്യം, ദൈവത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരുണ്ടാകാം, അതുകൊണ്ട് വന്നതായ ബുദ്ധിമുട്ടുകളായിരിക്കാം. അവർക്ക് ദൈവത്തിങ്കിലേക്ക് ഒരു നിരപ്പ് ഒരുക്കി കൊടുക്കുക, അവരെ ദൈവത്തിങ്കിലേക്ക് മടക്കി കൊണ്ടുവരിക. ഇത് നമ്മുടെ ജോലിയിൽപ്പെട്ടതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. ഇതിന് നമുക്ക് എങ്ങനെ ചെയ്യുവാൻ കഴിയും? ഈ കരുതൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ സഭയിൽ വെളിപ്പെടേണ്ടത്? ഞാൻ വേഗം പറഞ്ഞു പോവുകയാണ്. ഒന്ന്, സ്പിരിച്വൽ കെയർ. നമുക്കറിയാം, ആത്മീയമായ കരുതൽ ഒരു മേഖലയാണ്. രണ്ടാമതായി വൈകാരികവും മനഃശാസ്ത്രപരമായിട്ടുള്ള കരുതൽ. മൂന്ന്, പ്രതിസന്ധിയുടെ നടുവിൽ അവർക്ക് വേണ്ടി നാം കരുതണം. നാല്, കുടുംബങ്ങൾക്കും ശിഥിലീകരിക്കപ്പെട്ടിരിക്കുന്ന ബന്ധങ്ങളെ വീണ്ടും പണിതെടുക്കുവാനുള്ള ഒരു കരുതൽ നമുക്ക് ഉണ്ടായിരിക്കണം. അഞ്ചാമതായി, സമൂഹം ദൈവത്തിന്റെ കൃപയിൽ നിലനിൽക്കണമെങ്കിൽ അവരെ ഒന്ന് മടക്കി കൊണ്ടുവരേണ്ടത് ഒരു കരുതൽ നമ്മിലൂടെ വരണം. ഒന്നുകൂടെ ആവർത്തിക്കുന്നു, സ്പിരിച്വൽ കെയർ അല്ലെങ്കിൽ ആത്മീക കരുതൽ. അതിലെന്തൊക്കെയാണ്? പ്രാർത്ഥന ഉണ്ടായിരിക്കണം, മധ്യസ്ഥത ഉണ്ടായിരിക്കണം, ബൈബിൾ സ്റ്റഡി, ദൈവവചനം പഠിപ്പിക്കണം. മൂന്ന്, ദൈവസഭയ്ക്കകത്ത് അവർക്ക് ധൈര്യം നൽകുന്ന ദൈവത്തിന്റെ വചനം അവരെ അഭ്യസിപ്പിക്കണം, അവർക്ക് കൈമാറണം. ദൈവിക കൽപ്പന ദൈവസഭയ്ക്ക് നൽകിയിട്ടുണ്ട്. നമുക്കറിയാൻ രണ്ട് കൽപ്പനകളാണ് ദൈവസഭയ്ക്ക് നൽകിയിട്ടുള്ളത്. ഒന്ന് വിശ്വാസ സ്നാനം, മറ്റൊന്ന് തിരുമേശ. ഇത് പറഞ്ഞപ്പോഴാരോ പറഞ്ഞു, തിരുവത്താഴമെന്ന് പറയുന്നത് ചിലർക്ക് പിടിക്കത്തില്ല. കത്രുമേശ, ഇതെല്ലാം ആ ശുശ്രൂഷയ്ക്കുള്ള പേരാണ്. അപ്പം നുറുക്കെന്ന് മാത്രമല്ല, അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടു, അപ്പം നുറുക്കെന്ന് മാത്രമേ അതിന് പറയാവുള്ളൂ. അങ്ങനെയല്ല ബൈബിള് പഠിപ്പിക്കുന്നത്. അപ്പം നുറുക്ക് അതിന് ഒരു പേരാണ്. കത്രുമേശ, തിരുവത്താഴ് ശുശ്രൂഷ, ഇതെല്ലാം നമ്മൾ അതിന് കൊടുക്കുന്ന പേരുകളാണ്. പോട്ടെ, ഞാനത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഈ ശുശ്രൂഷകൾ, ഈ കൽപ്പനകൾ നാം ദൈവസഭയിൽ ഉണ്ടായിരിക്കണം. അതിലൂടെ അവർ ധൈര്യപ്പെടും, ആശ്വാസം പ്രാപിക്കും. അപ്പോൾ അതാണ് സ്പിരിച്വൽ കെയർ, ആത്മീകമായ കരുതൽ ലഭിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, ഇമോഷണൽ ആൻഡ് സൈക്കോളജിക്കൽ കെയർ.
ഈ കരുതലിന്റെ രണ്ടാമത്തെ അനുഭവം വൈകാരികമായ മനഃശാസ്ത്രപരമായ കരുതൽ നമ്മിലൂടെ വെളിപ്പെടണം. അതിന് നമ്മൾ കേൾക്കാനും തയ്യാറാണ്. ദേവദാസന്മാരായി നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്ന വേണേ കേട്ടു, ഇങ്ങോട്ടൊന്നും പറയണ്ട, അത് നടക്കത്തില്ല. ചില സമയങ്ങളിൽ നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. അവരുടെ സങ്കടങ്ങളും അവരുടെ പ്രയാസങ്ങളും അവരുടെ ബുദ്ധിമുട്ടുകളും ഒക്കെ പറയും. അത് കേൾക്കാനായിട്ട് സമയമുണ്ടായിരിക്കണം. അതെങ്ങനെ കേൾക്കണം? മനസ്സലിവും അനുകമ്പയോടെ കേൾക്കണം. എന്നിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, മനസ്സാക്ഷിപരമായി പ്രയാസം അനുഭവിക്കുന്നവർ, അവർക്കൊരാശ്വാസവും ധൈര്യവും പകർന്നു കൊടുക്കണം. അതാണ് രണ്ടാമത്തെ അനുഭവം. മൂന്നാമത്തെ കാര്യം ക്രൈസിസ് കെയർ. പ്രതിസന്ധിയുടെ നടുവിൽ നമുക്ക് ഒരു കരുതലുണ്ടായിരിക്കണം. അതെന്താണ്? ഒരു ഭവനത്തിൽ മരണം സംഭവിക്കുമ്പോൾ ആ ഭവനത്തിൽ അവരുടെ ദുഃഖത്തിൽ അവരുടെ അടുക്കൽ ചെന്ന് അവർക്ക് കൈത്താൻ വേണ്ടിയില്ല. നമ്മളൊക്കെ ചെയ്യുന്നതാണ്, എന്നാലും അത് കൂടുതൽ കൂടുതൽ ശ്രദ്ധിക്കണം. അവിടെ ചെന്നെങ്കിൽ സംസാരിക്കണം. അത് പ്രത്യേകം പാസ്റ്റർമാർ രോഗികളുടെ അടുക്കൽ സന്ദർശിക്കാൻ പോകുമ്പോൾ ദീർഘമായി പ്രാർത്ഥിക്കരുത്. ചിലപ്പോൾ അവർക്ക് ക്ഷീണമായിരിക്കാം. പണ്ട് ഞാന് 3 വർഷം മുമ്പ് വൈറൽ ഫീവർ വന്ന് വീട്ടിൽ വിശ്രമിക്കുക. ഞാനിപ്പോ ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നു. കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു വെച്ചാൽ ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പോകും. ഈ പുള്ളി തുടങ്ങിക്കഴിഞ്ഞ് നിർത്തുന്നില്ല. എനിക്കാണെങ്കിൽ തലകറക്കോ ഈ വൈറൽ ഫീവറിന്റെ പ്രയാസം ക്ഷീണമോ. കുറച്ച് കഴിഞ്ഞപ്പോ ഞാനെങ്കിൽ ഇരുന്നു. അപ്പോൾ ആ സാഹചര്യം അറിഞ്ഞു വേണം നമ്മൾ പ്രാർത്ഥിക്കാനും കാര്യങ്ങൾ പറയാനും. ഏതെങ്കിലും രോഗം വന്ന ഒരാളെടുക്കൽ ചെന്ന് സംസാരിച്ച് ഇതുപോലെ രോഗി ഞങ്ങളുടെ അപ്പുറത്തുണ്ടായിരുന്നു, ആ പുള്ളി തട്ടിപ്പോയെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ എല്ലാം പരിജ്ഞാനത്തോടെ വേണം നാം ഇടപെടേണ്ടത്. യേശുവിനുള്ള വിശ്വാസം വർദ്ധിക്കത്തക്കവണ്ണം അവർക്ക് ആവശ്യമായ സ്തോത്രം കൈത്താങ്ങ് നൽകുന്നവരായിരിക്കണം.